ഗ്യാസ് മാറാൻ ഭക്ഷണത്തിന് ശേഷം ഇതൊന്ന് കുടിച്ചു നോക്കൂ. ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ സാധാരണയായി ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഗ്യാസും ദഹനക്കുറവും. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്: 1. ഗ്യാസ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായ പാനീയം. 2. എങ്ങനെ തയ്യാറാക്കാം. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കുടിക്കാവുന്നൊരു ഹെൽത്തി ഡ്രിങ്കാണിത്. ഗ്യാസ് കളയാനും വയറിന് സുഖം കിട്ടാനും ഒപ്പം ദഹനം എളുപ്പത്തിലാക്കാനുമെല്ലാം ഈ പാനീയം സഹായിക്കും. 1. ഇഞ്ചി, പുതിനയില, പെരിഞ്ജീരകം, ജീരകം, അയമോദകം എന്നിവയാണ് ഈ പാനീയം തയ്യാറാക്കാൻ ആകെ ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ഇതിൽ പുതിനയില നിർബന്ധമില്ല. എടുക്കുകയാണെങ്കിൽ ഫ്രഷ് തന്നെ വേണം. 2-3 ഇല മതിയാകും. പുതിനയിലയ്ക്ക് പുറമെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇഞ്ചി ഇല്ലെങ്കിൽ 1 നുള്ളു ചുക്കുപൊടിയാകാം, 1 നുള്ളു അയമോദകം എന്നിങ്ങനെയാണ് എടുക്കേണ്ടത്. 1/2 ലിറ്റർ വെള്ളത്തിൽ പുതിനയില ഒഴികെ ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് 5 മിനിറ്റോളം തിളപ്പിക്കണം. ശേഷം തീ ചെറുതാക്കിയും 5 മിനിറ്റ് വയ്ക്കണം. ഇതു കഴിഞ്ഞ് വാങ്ങിവെച്ച് പുതിനയിലയും ചേർത്ത് കഴിക്കാം. ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിന് ശേഷം ഇത് കുടിക്കുന്നതാണ് നല്ലത്. ദിവസത്തിൽ 2-3 തവണ ഇത് കുടിക്കാവുന്നതാണ്. എന്തായാലും ഗ്യാസ് കയറി വയർ വീർത്തിരിക്കുന്ന അവസ്ഥ ശാരീരികമായ ബുദ്ധിമുട്ടിന് മാത്രമല്ല, മാനസിക പ്രയാസത്തിന് കൂടിയാണ് ഇടയാക്കുക. ഗ്യാസിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നതിനായി ഈ പാനീയം കുടിക്കാവുന്നതാണ്. 2. ഗ്യാസ് ട്രബിൾ ഇല്ലാതാക്കാൻ നല്ലൊരു ഉപാധിയാണ് അയമോദകം. ദഹനത്തെ സഹായിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുകൾ സ്രവിപ്പിക്കുന്ന തൈമോൾ എന്ന സംയുക്തമാണ് അയമോദകത്തിൽ അടങ്ങിയിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അയമോദകം വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് ഗ്യാസ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, തയാമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ തുടങ്ങിയ പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ ധാതുക്കളും ഇതിൽ കാണപ്പെടുന്നു. ഇത് പല രോഗങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ: ചില ഭക്ഷണ പാനീയങ്ങൾ തെറ്റായ ഭക്ഷണക്രമം, വേഗതയിൽ ഭക്ഷണം കഴിക്കുക, അമിതമായി വായു അകത്തേക്ക് വലിച്ചെടുക്കുക, മലബന്ധം എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഗ്യാസിലേക്ക് നയിക്കാം. വയറ്റിൽ അസിഡിറ്റി അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അതിനനുസരിച്ച് നമ്മൾ ആഹാര കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നല്ലപോലെ നാരുകൾ ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാരുകൾ ഉണ്ടെങ്കിൽ അത് ദഹനം നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും. ഇത് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് മുതലായ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത്, മിതമായ ആഹാരം കഴിക്കുന്നത്, നല്ലപോലെ വെള്ളം കുടിക്കുന്നതുമെല്ലാം വയറിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നവയാണ്. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക.